SDPIക്കാരുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവതിയുടെ കുടുംബത്തിന്റെ വാദം പോലീസ് തള്ളി. കൂത്തുപറമ്പിനടുത്ത കായലോട് പറമ്പായിൽ റസീന മനസ്സിലിൽ റസീന എന്ന ഭർത്തൃമതിയായ യുവതി ആത്മഹത്യ ചെയ്തത് ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണെന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിധിൻ രാജ് പറഞ്ഞു. സദാചാര പോലീസിംഗോ കുറ്റകൃത്യമോ ഇല്ലെന്നും പോലീസ് അറസ്റ്റ് ചെയ്തവരെല്ലാം ബന്ധുക്കളാണെന്നും റസീനയുടെ ഉമ്മ ഫാത്തിമ പറഞ്ഞിരുന്നു. യുവതിയുടെ ഉമ്മയുടെ അഭിപ്രായ പ്രകടനത്തിലും SDPI ഓഫീസിനുള്ളിലെ വിചാരണ വീഡിയോ പുറത്തുവന്ന സംഭവത്തിലും ദുരൂഹതയാണ്. പ്രേരണ കുറ്റം ചുമത്തി സംഭവത്തിൽ SDPI പ്രവർത്തകരും പറമ്പായി സ്വദേശികളുമായ MC മെൻസിൽ VC മുഷബീർ, കണിയാന്റെ വളപ്പിൽ KA ഫൈസൽ, കൂടത്താൻ ഗണ്ടി ഹൌസിൽ VK റസ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ പ്രതിരോധത്തിലായ SDPI നേതൃത്വം വളരെ ആസൂത്രിതമായി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന നീക്കങ്ങളാണ് ഉമ്മയുടെ മൊഴിക്ക് പിന്നിലെന്ന് വ്യക്തമായി. റസീനയുടെ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ SDPIക്കാരുടെ പങ്ക് വിശദമായി തന്നെയുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ആത്മഹത്യാക്കുറിപ്പിൽ പ്രതികളുടെ പേരുകൾ പരാമർശിച്ചതിനാലാണ് അറസ്റ്റ്. യുവതിയുടെ ആൺസുഹൃത്തിന്റെ മൊബൈൽ ഫോൺ പിടികൂടിയതിന് പ്രതികളുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പ്രതികൾ പറമ്പായിലെ SDPI ഓഫീസിലെത്തിച്ച് 5 മണിക്കൂർ യുവാവിനെ ചോദ്യം ചെയ്തു. മയിൽ സ്വദേശി ആൺസുഹൃത്ത് കേസിൽ പ്രതിയല്ല. ഇയാൾക്കെതിരെ നിലവിൽ പരാതി ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചാൽ അന്വേഷിക്കും. റസീനയുടെ മരണത്തിനിടയാക്കിയ ആൾക്കൂട്ട വിചാരണയിൽ കൂടുതൽ പേർ പങ്കെടുത്തിരുന്നോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റസീനയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രതികൾ തലശ്ശേരി സബ് ജയിലിൽ റിമാൻഡിലാണ്. ഇങ്ങനെ ഈ കുറ്റവാളികളെ രക്ഷിക്കാൻ ഉമ്മ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി ഒരുപക്ഷെ ഉമ്മ പോലും പ്രതിപട്ടികയിലേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഉമ്മയുടെ കൊട്ടേഷൻ ആയിരുന്നോ SDPI ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് എന്ന് പോലും ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഉമ്മ ഇത്രയും മകൾ മരണപ്പെട്ടിട്ടും മകൾ നല്ലവളാണെന്ന് പറയുമ്പോഴും മകളെ ആൺസുഹൃത്ത് ഉപയോഗിച്ച് പല രീതിയിലുള്ള പണമടക്കം തട്ടിയെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും മകളുടെ മരണത്തിന് ഉത്തരവാദിയായി ആൺസുഹൃത്തിനെ മാത്രം നിൽക്കുമ്പോഴും അവരെ ആത്മഹത്യ ചെയ്യാനിടയൊക്കെ സംഭവത്തെക്കുറിച്ച് പെൺകുട്ടി തുറന്നു പറഞ്ഞുകൊണ്ട് കത്തെഴുതി വെച്ചിട്ട് പോലും അതിനെതിരെ പറയുന്ന ഉമ്മ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉമ്മ കൂടി ഈ കേസിൽ പ്രതിയാകേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ തോന്നുന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നതും.